പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. UAE-യിൽ പുതിയ എമിറാത്തി ജീവനക്കാരുടെ വിവരങ്ങൾ 30 ദിവസത്തിനകം കമ്പനികൾ രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധന. രാജ്യത്ത് ജോലി ചെയ്യുന്ന GCC പൗരന്മാരുടെ രജിസ്ട്രേഷനും നിർബന്ധമാണെന്ന് അധികൃതർ. തൊഴിൽ ലഭിച്ച് 30 ദിവസത്തിനകം ജീവനക്കാരെ രജിസ്റ്റർ ചെയ്യാനും മാഷി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് സൃഷ്ടിക്കാനും UAE കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷുറൻസ്, പെൻഷൻ ആനുകൂല്യങ്ങൾ കണക്കുകൂട്ടുന്നതിൽ കൃത്യത ഉറപ്പാക്കുന്നതിന് ഫെഡറൽ സർക്കാർ സ്വകാര്യ മേഖലകളിലുടനീളമുള്ള എമിറാത്തി ജീവനക്കാർ ജോലിയുടെ ആദ്യ മാസത്തിനുള്ളിൽ ജനറൽ പെൻഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം. തൊഴിലുടമകൾ ജീവനക്കാരുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. വിജയകരമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന് പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെടുമ്പോൾ വ്യക്തിക്ക് പ്രായം 18 വയസ്സിൽ കുറവും 60 വയസ്സിൽ കൂടുതലുമാകരുത്. UAE ആസ്ഥാനമായുള്ള സർക്കാർ ആശുപത്രി 6 മാസത്തിൽ കവിയാത്ത ഒരു മെഡിക്കൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇവർക്ക് നൽകണം. അപ്പോയിന്റ്മെന്റിന് ശേഷം ജോലി ചെയ്യാൻ ആരോഗ്യപരമായി യോഗ്യരാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ്. എപ്പോൾ വേണമെങ്കിലും എമിറാത്തി പൗരത്വം നേടുന്ന എല്ലാവർക്കും ഈ വ്യവസ്ഥകൾ ബാധകമാണ്. UAE-യിൽ ജോലി ചെയ്യുന്ന GCC പൗരന്മാരുടെ വിവരങ്ങളും രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുടിയേറ്റേതര വിസ അപേക്ഷകർക്ക് അഭിമുഖം ഒഴിവാക്കാനുള്ള യോഗ്യത US വിപുലീകരിച്ചു. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് ഇത് ഉപകാരപ്രദമാകും. ഇന്റർവ്യൂ ഒഴിവാക്കലിന് യോഗ്യത നേടിയേക്കാവുന്ന കുടിയേറ്റേതര വിസ അപേക്ഷകർക്കുള്ള യോഗ്യതാ മാനദണ്ഡം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പരിഷ്കരിച്ചു. ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ സെക്ഷൻ 222H പ്രകാരം ചില അപേക്ഷകരെ നേരിട്ടുള്ള അഭിമുഖങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള അധികാരം കോൺസുലാർ ഓഫീസർമാർക്ക് ഇപ്പോൾ ഉണ്ട്. പുതിയ നയം വിസ പുതുക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി അപേക്ഷകരെ ബാധിക്കും. ചരിത്രപരമായി US കോൺസുലേറ്റുകൾ വിസ പുതുക്കലിനായി അപേക്ഷിക്കുമ്പോൾ അഭിമുഖങ്ങൾ ഒഴിവാക്കുന്നതിന് യോഗ്യരായ അപേക്ഷകരെ അനുവദിച്ചിട്ടുണ്ട്. വിദേശ പൗരന്മാരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്ന വിസ സ്റ്റാമ്പിന് അപേക്ഷിക്കുന്നവർക്ക് ഇത് പ്രത്യേകിച്ചും സഹായകമാണ്. 2024 ജനുവരി വരെ അവരുടെ ഏറ്റവും പുതിയ വിസ കാലഹരണപ്പെട്ട 40 മാസത്തിനുള്ളിലായിരിക്കുകയും വിസ നിരസിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്ന അപേക്ഷകർക്ക് ഈ ഇളവ് ലഭ്യമാണ്. എന്നിരുന്നാലും പുതിയ ആവശ്യകതകൾ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നു. മുമ്പത്തെ വിസയുടെ കാലാവധി 12 മാസത്തിൽ താഴെയുള്ളവർക്ക് മാത്രമേ അഭിമുഖത്തിൽ ഇളവിന് അർഹതയുള്ളൂ. ഈ നയം A, C, G, നാറ്റോ നയതന്ത്ര വിസകൾ തുടങ്ങിയ ചില വിസ വർഗീകരണങ്ങളിലേക്കും വ്യാപിക്കുന്നു. ഫെബ്രുവരി പകുതിയോടെ ഈ മാറ്റം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചെങ്കിലും പുതിയ നയം കാലക്രമേണ നടപ്പിലാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാണിജ്യ മന്ത്രാലയത്തിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും പ്രവാസികളെ ജോലിക്ക് നിയമിക്കില്ലെന്ന കുവൈത്ത്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഇത് തിരിച്ചടിയായി. കുവൈറ്റിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് തിരിച്ചടിയാവുന്ന തീരുമാനവുമായി വാണിജ്യ മന്ത്രാലയം. സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്ന സ്വദേശിവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായി ഇനി മുതൽ വിദേശ ജീവനക്കാരെ നിയമിക്കില്ലെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. വാണിജ്യ മന്ത്രാലയത്തിൽ മാത്രമല്ല, മന്ത്രാലയവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സർക്കാർ ഏജൻസികളിലും കുവൈറ്റ് പൗരന്മാർ അല്ലാത്തവരെ ജോലിക്ക് നിയമിക്കില്ല. രാജ്യത്തെ സർക്കാർ പൊതുമേഖലാ ജോലികൾ പ്രാദേശികവൽക്കരിക്കാനുള്ള വിശാലമായ ദേശീയ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനമെന്നും വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി. പുതിയ വിദേശ ജീവനക്കാരെ നിയമിക്കരുതെന്ന് മാത്രമല്ല, നിലവിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ വിസ പുതുക്കി നൽകരുതെന്നും മന്ത്രി ഖലീഫ അൽ അജീൽ വിശദീകരിച്ചു. ഇതുപ്രകാരം നിലവിലുള്ള പ്രവാസി ജീവനക്കാരുടെ വിസ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് അവർക്ക് മന്ത്രാലയത്തിലെയും അനുബന്ധ സ്ഥാപനങ്ങളിലെയും ജോലിയും നഷ്ടമാവും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അറേബ്യൻ കറൻസിയായ റിയാലിന് ഏകീകൃത ചിഹ്നമായി. ഭരണാധികാരി സൽമാൻ രാജാവ് പുതിയ ചിഹ്നത്തിന് അംഗീകാരം നൽകി. സൗദി അറേബ്യയെ ആഗോള സാമ്പത്തിക കേന്ദ്രമായി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പ്രാദേശിക കറൻസിക്ക് പുതിയ ചിഹ്നം അവതരിപ്പിച്ചത്. പുതിയ ചിഹ്നത്തിന് അംഗീകാരം നൽകുന്നതിന് നേതൃത്വം നൽകിയ സൽമാൻ രാജാവിനും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാനും സൗദി സെൻട്രൽ ബാങ്ക് ഗവർണർ ഐമൻ അൽ സയാരി നന്ദി അറിയിച്ചു. വിവിധ വകുപ്പുകളുമായി സംയോജിച്ച സാമ്പത്തിക വാണിജ്യ ഇടപാടുകളിൽ റിയാലിന്റെ ഔദ്യോഗിക ചിഹ്നം ക്രമേണ പ്രയോഗത്തിൽ വരുത്തുമെന്ന് അൽ സയാരി വ്യക്തമാക്കി. റിയാൽ എന്ന വാക്കിന്റെ അറബിക് കാലിഗ്രാഫി ഉപയോഗിച്ച് നിർമ്മിച്ച ഡിസൈൻ സാമ്പത്തിക വാണിജ്യ ഇടപാടുകളിൽ ഉപയോഗിക്കുന്നതിന് ക്രമേണ നടപ്പിലാക്കുമെന്ന് രാജ്യത്തെ സെൻട്രൽ ബാങ്ക് അറിയിച്ചു. സൗദി റിയാൽ 1986 മുതൽ US ഡോളറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് $1 3.75 റിയാൽ എന്ന സ്ഥിര വിനിമയ നിരക്കിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊറിയ ടൂറിസം ഓർഗനൈസേഷനുമായി കരാറിൽ ഒപ്പുവെച്ചതായി ട്രാവൽ ടെക് പ്ലാറ്റ്ഫോം ഈസി ട്രിപ്പ് പ്ലാനേഴ്സ്. കൊറിയയിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിപ്പിക്കാനാണ് നീക്കം.
ഈസ്മൈ ട്രിപ്പിന്റെ ഡിജിറ്റൽ വ്യാപ്തി, വ്യവസായ വൈദഗ്ധ്യം, വിപുലമായ ഉപഭോക്തൃ അടിത്തറ എന്നിവ ഉൾപ്പെടുത്തി കൊറിയയിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിപ്പിക്കാനാണ് ഈ പങ്കാളിത്തം ശ്രമിക്കുന്നതെന്ന് ഈസ്മൈ ട്രിപ്പ് എന്ന ബ്രാൻഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് അറിയിച്ചു. കൊറിയയിലേക്ക് പോകുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് അവബോധം വർദ്ധിപ്പിക്കുന്നതിനും പ്രവേശനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും തടസ്സമില്ലാത്ത യാത്രാനുഭവങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈസ്മൈ ട്രിപ്പും കൊറിയ ടൂറിസം ഓർഗനൈസേഷനും ഒരുമിച്ച് പ്രവർത്തിക്കും. കരാറിന്റെ ഭാഗമായി ഈസ്മൈ ട്രിപ്പ് അതിന്റെ പ്ലാറ്റ്ഫോമിൽ ഒരു സമർപ്പിത കൊറിയൻ മൈക്രോ സൈറ്റ് വികസിപ്പിക്കും. ക്യൂറേറ്റഡ് യാത്രകൾ, തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ, ഇന്ത്യൻ യാത്രക്കാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അവശ്യ യാത്രാ സ്ഥിതിവിവര കണക്കുകൾ എന്നിവ ഇതിലൂടെ അറിയാൻ സാധിക്കും. സന്ദർശകരുമായി കൂടുതൽ ഇടപഴകുന്നതിന് കൊറിയയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ആധുനിക നഗര ദൃശ്യങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന ബ്ലോഗുകൾ, വീഡിയോ, സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ എന്നിവയും ഈസ്മൈ ട്രിപ്പ് നിർമ്മിക്കുമെന്ന് കമ്പനി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ദുബായിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സോളാർ പാർക്ക് വരുന്നു. 1 GW ബാറ്ററി സ്റ്റോറേജ് സൗകര്യമുള്ള പദ്ധതിയാണ് നടപ്പിലാക്കുന്നതെന്ന് ദുബായ് ഇലക്ട്രിക് ആൻഡ് വാട്ടർ അതോറിറ്റി അറിയിച്ചു. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സോളാർ പാർക്കിന്റെ 7ാം ഘട്ടമായാണ് സൗരോർജ്ജ പാർക്ക് വികസിപ്പിക്കുന്നത്. 2027-2029 കാലയളവിൽ പദ്ധതി കമ്മീഷൻ ചെയ്യും. ഡിലോയിറ്റ് LLP കമ്പനിയെ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ചുമതലപ്പെടുത്തി. ഊർജ്ജ ഉൽപാദനത്തിനായി എമിറേറ്റിൽ 24 മണിക്കൂറിൽ പ്രവർത്തിക്കുന്ന 2ാമത്തെ പ്ലാന്റാണിത്. 25 വർഷത്തിനകം പരമ്പരാഗത ഊർജ്ജത്തിന്റെ ആവശ്യം 33% കുറയ്ക്കാനാണ് UAE ലക്ഷ്യമിടുന്നത്. പൊതു-സ്വകാര്യ പങ്കാളിത്തത്തോടെ UAEയുടെ ഊർജ്ജ സേവന വിപണി വികസിപ്പിക്കുക, പുനരുപയോഗ പദ്ധതികളിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് മറ്റ് ലക്ഷ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.